ഹലോ, വെൽക്കം ബാക്ക് ടു നിക്കൂസ് വേർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ നിക്കു. ഇടിയപ്പവും നമ്മുടെ ഉരുളക്കിഴങ്ങ് കറിയുമാണ് കേട്ടോ. അപ്പോൾ ദേ കണ്ടില്ലേ കഴിച്ചത് എത്രയെന്ന്, കഴിച്ച് മതിയാക്കി വെച്ചിട്ട് പോയതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ദേ ചേട്ടന് വർക്ക് ഫ്രം ഹോമാണ്, അതിൻ്റെ പേരിൽ ഫുഡ് പോലും കഴിക്കാതെ ഇരുന്ന് ജോലി ചെയ്യണം കേട്ടോ. രാവിലെ തൊട്ട് ഇരിക്കുവാണ്. അപ്പോൾ ഇന്ന് എന്താ പണിമുടക്ക് ആയതുകൊണ്ട് ആൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിച്ചിട്ട് പോലും വരാതെ ഇരുന്ന് ഭയങ്കര വർക്കാണ്. നിക്കുതേ കഴിച്ച കഴിപ്പ് കണ്ടില്ലേ. അപ്പോൾ അവൾക്കിനി വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം അടുത്ത്, ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. അങ്ങനെ തന്നെ വിട്ടാൽ ശരിയാവത്തില്ല. കഴിച്ചില്ലെങ്കിൽ അതിന് പകരം വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും, അത്ര തന്നെ. അപ്പോൾ അതേ പുറത്ത് ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ട് ചാറിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ പുറത്തിറങ്ങിയതും വാതിലടയ്ക്കും. ഇതാണ് അവളുടെ മെയിൻ പരിപാടി. ആര് പുറത്തിറങ്ങിയാലും ഒന്നുകിൽ അവരുടെ കൂടെ ചാടും, ഇല്ലെങ്കിൽ വാതിലടച്ച് കളയും. അപ്പോൾ ഭയങ്കര കുറുമ്പ് തന്നെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മഴയൊക്കെ കണ്ട് അങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ നിക്കുവിന് ഞാൻ എന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഇനി ആരെയും നോക്കുന്നില്ല എന്ന് വിചാരിച്ച് ഞാൻ വിശന്നപ്പോൾ എടുത്ത് വെച്ച് കഴിച്ചു കേട്ടോ. നിക്കു ബാക്കി വെച്ചെന്ന് പറയുമ്പോൾ അത് ഫുള്ളങ്ങ് ബാക്കി വെച്ചു. അതും കൂടെ വെച്ചിട്ട് ഞാൻ ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പം ആള് വീണ്ടും വിളിച്ചിട്ടൊന്നും വരുന്നില്ല, ഒരു രക്ഷയില്ല. സാധാരണ നിക്കുവിന് ഇടിയപ്പം കുറച്ച് ഇഷ്ടമാണ് കേട്ടോ. അവളെ എടുത്ത് കഴിക്കുന്നതൊക്കെയാണ്. പക്ഷേ ഇന്ന് എന്താണെന്ന് അറിയത്തില്ല, ആൾ ഇത്തിരി പോലും കഴിച്ചിട്ടില്ല. അച്ഛൻ്റെ മടി കയറിയിരിക്കുവാണ്. അച്ഛൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് അവിടെ കയറിയിരുന്ന് ബഹളം വയ്ക്കണേ. വെറുതെ ഇരിക്കത്തില്ല, വേണ്ട, അതിലൊക്കെ കുത്തി പറക്കിയിട്ടൊക്കെ ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നിക്കുവിനൊരു ഏത്തപ്പഴം എടുത്തിട്ട് അവളുടെ ഫേവറേറ്റ് ബട്ടറൊക്കെ വെച്ചിട്ട്, ബട്ടർ കഴിയാറായി കേട്ടോ. അപ്പോൾ അവൾ ദോശയിലൊക്കെ ബട്ടർ വെച്ച് കൊടുക്കുന്നതുകൊണ്ട്, ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് പെട്ടെന്ന് തീർന്നു പോകാം കേട്ടോ. അപ്പം ഇനി മേടിക്കണം ഉടനെ എന്തായാലും അവൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ബട്ടർ വെച്ച് പഴമൊക്കെ ഇങ്ങനെ റോസ്റ്റ് ചെയ്തതുപോലെ കൊടുക്കാമെന്ന് കരുതി കേട്ടോ. നല്ല ചൂടോടെ ആകുമ്പോഴത്തേനും ഊതിയൊക്കെ കൊടുക്കുമ്പോഴത്തേനും 1-2 കഷ്ണം കഴിക്കും കേട്ടോ. അത്ര തന്നെ. ബാക്കി ഞാൻ തന്നെ കഴിക്കേണ്ടി വരും, എപ്പോഴും അത് തന്നെയാണ് പരിപാടി. അപ്പോൾ അപ്പുറത്ത് ചായ റെഡിയാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചേട്ടൻ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ചേട്ടൻ ചായ ചൂടാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പഴം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവൾ 1-2 കഷ്ണം കഴിച്ചിട്ട് അവളുടെ പാടുമൊക്കെ പോയി. ബാക്കിയൊക്കെ ഞാനാണ് കഴിക്കുന്നത് കേട്ടോ. പക്ഷെ ഞാൻ കഴിച്ചിട്ട് ഞാനെന്താ വണ്ണം വയ്ക്കാത്തതെന്ന് എനിക്കറിയത്തില്ല. മേ ബി തൈറോയിഡൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം, എന്തോ അറിയത്തില്ല. അപ്പോൾ ഞാൻ ഈ മേക്കപ്പൊക്കെ ഇട്ടിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഞാനൊരു ഷോർട്സ് ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മേക്കപ്പൊക്കെ ഇട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പൊട്ട് മാഞ്ഞിരിക്കുന്നത് കണ്ടിട്ട് ആൾക്ക് സഹിക്കാൻ വയ്യ, ഭയങ്കരമായിട്ട് വന്ന് നോക്കുകയാണ്. ഈ ഉടുപ്പൊന്നും ഇല്ലാതെ ഇരിക്കുന്നത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ കുട്ടപ്പം കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെച്ച് അങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ചേട്ടൻ എങ്ങോട്ടാണ് പോകണമെന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു സ്പെക്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ ശ്രീനേത്ര പോയി കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അത് സെലക്ട് ചെയ്യാനൊക്കെ പോയിരുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ണാടി മേടിക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് മേടിക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ ആൾ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇത് വേറെ ഒന്നുമല്ല, ഒരു തുണിയാണ് കേട്ടോ. എനിക്കൊരു മെറ്റീരിയൽ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മെറ്റീരിയൽ എടുത്താണ്. അങ്ങനെ ശ്രീനേത്ര എന്ന സംഭവം കിട്ടിയിട്ടുണ്ട്. കുറേ ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ഞാനത് അൺബോക്സ് ചെയ്യാണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റഡാണ്, പേടിയുമാണ്. കണ്ണാടി എങ്ങനെ ഇരിക്കും, എനിക്ക് കുറച്ച് പവർ കൂടുതലാണ്. അപ്പം സോഡക്കുപ്പി പോലെ ഇരിക്കുമോ, വെക്കുമ്പം കൊള്ളാവോ, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ സ്പെക്സ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ഞാൻ കുറച്ച് ലുക്കൊക്കെ ഉണ്ട്, കാണാനൊരു ഭംഗിയുണ്ട്. പക്ഷേ അതിൻ്റെ തിക്നെസ് കണ്ടോ, പവർ കൂടുതലുള്ളതുകൊണ്ടാണ് അത്രയും തിക്നെസ്. അപ്പോൾ എന്നിട്ട് വെച്ച് നോക്കിയപ്പോൾ ഉണ്ട് എൻ്റെ കിളി എല്ലാം പറന്നുപോയി. എനിക്കറിയത്തില്ല പവറിൻ്റെ കാര്യമാണോ എന്താ അറിയത്തില്ല. തലയൊക്കെ കറങ്ങുന്നത് പോലെ, തലയ്ക്കൊക്കെ ഒരു കനം പോലെ, എന്താണെന്ന് അറിയത്തില്ല. അയ്യോ, ഒരു രക്ഷയില്ല. അപ്പോൾ ഡോക്ടർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്, ഇത് വെച്ചൊന്ന് യൂസ്ഡ് ആവണം, കുറച്ച് നേരം ഊരി വയ്ക്കുക, കുറച്ച് നേരം വെക്കുക, അങ്ങനെ കണ്ണുമായിട്ട് അഡ്ജസ്റ്റ് ആയതിന് ശേഷം നമ്മൾ റെഗുലറായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫുൾ ടൈം വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ കോൺടാക്ട് ലെൻസ് എനിക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് സ്പെക്സിലോട്ട് ഞാൻ കടന്നത് കേട്ടോ, ഇല്ലെങ്കിൽ വെക്കത്തില്ലായിരുന്നു. അങ്ങനെ അതും ഒക്കെ വെച്ച് നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഈവനിങ് ടൈം നമ്മൾ സീരിയലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ശിവനെ എപ്പോഴും കാണുമ്പോഴത്തേനും നമ്മുടെ പണ്ടത്തെ കൈലാസനാഥനിലെ ശിവനെ നമുക്ക് മനസ്സിൽ വരുള്ളൂ അല്ലേ, ഏത് ശിവനെ കണ്ടാലും. അപ്പോൾ വൈകിട്ടായപ്പോഴത്തേനും ഞങ്ങളൊരു പർച്ചേസിന് ഇറങ്ങി കേട്ടോ. നല്ല പണിമുടക്കായിട്ട് തന്നെ പർച്ചേസിന് ഇറങ്ങണം രാത്രി. അപ്പം നമ്മൾ എന്തായാലും നമ്മുടെ രാമേന്ദ്രയിലോട്ട് പോകാമെന്നാണ് കരുതിയത് കേട്ടോ. പക്ഷെ അവിടെ പോയപ്പോഴത്തേനും എന്ത് ചെയ്യാനാ, അവിടെ തുറന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴുണ്ട് അവിടെ ഒരു കട ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെറുതെ ഒന്ന് അങ്ങോട്ട് കയറി. അപ്പോൾ ആൾ പറഞ്ഞു നമ്മളിത് ഓപ്പൺ ചെയ്തതല്ല, ഒരാഴ്ചയായിട്ട് വന്നതാണെന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് ഭയങ്കര ഹാപ്പി. എന്തായാലും വന്നപ്പോൾ തന്നെ അവർക്കൊരു കസ്റ്റമറിനെ കിട്ടിയില്ലേ. അങ്ങനെ ഞങ്ങൾ ചേട്ടനൊരു ചെരുപ്പ്, എനിക്കും ചെരുപ്പ് എടുക്കാനൊക്കെയാണ് പോയത്. പിന്നെ അവിടെ അവർ അതിന് വേണ്ടിയിട്ട് തുറന്നതല്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഞാനും എടുക്കാനൊന്നും നിന്നില്ല. ചേട്ടൻ ഒരു ചെരുപ്പ് എടുത്തു, ഒരു ക്യാപ്പ് നോക്കി കേട്ടോ. എന്താണെന്നോ ആൾ ക്യാപ്പൊക്കെ നോക്കണം. ക്യാപ്പൊന്നും അങ്ങനെ വെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ നോക്കിയപ്പോൾ ഇഷ്ടമായില്ല, അതൊന്നും അല്ല ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ട്
പിന്നെ ക്യാപ്പ് എടുത്തില്ല. ഇപ്പോൾ കണ്ട ആ ചെരുപ്പ് എടുത്തായിരുന്നു കേട്ടോ, കൊള്ളാം കേട്ടോ. 300 അങ്ങനെ എന്തോ ആയതേ ഉള്ളൂ. ക്വാളിറ്റി വൈസ് ഞാൻ അറിയത്തില്ല കേട്ടോ. അങ്ങനെ തിരിച്ച് പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ചായക്കടയിലോട്ട് കയറി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പോഴൊക്കെ ഓപ്പൺ ചെയ്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. നൈറ്റൊക്കെ ആയപ്പോൾ കുറച്ച് കടകളൊക്കെ ഓപ്പൺ ചെയ്ത് വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറി. എന്തായാലും വേറെ പർച്ചേസൊന്നും നടന്നില്ലല്ലോ, അതുകൊണ്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറി. എനിക്ക് ഹോർലിക്സ് ടീ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ട് മുതൽക്കേ അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. അങ്ങനെ ഹോർലിക്സ് ടീ മേടിക്കാമെന്ന് കരുതിയിട്ട് ചേട്ടന് വലിയ താല്പര്യമില്ല കേട്ടോ. പക്ഷേ ഞാൻ മേടിക്കുന്നതുകൊണ്ട് ചേട്ടനും എന്താ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് മേടിക്കുക, ചേട്ടന് മേടിക്കും അങ്ങനെ. പക്ഷേ ഇത് സംഭവം പാലിൽ ഹോർലിക്സ് ഇട്ടാണ് തന്നിട്ട്. പക്ഷേ എനിക്ക് ടീയിൽ ഹോർലിക്സ് ഇട്ട് കുടിക്കുന്നതാണ് കുറച്ചുകൂടെ ഇഷ്ടം. ചിലയിടത്ത് അങ്ങനെ തരും, പക്ഷേ ചിലയിടത്ത് അങ്ങനെ തരത്തില്ല കേട്ടോ. പക്ഷേ ഇത് കുഴപ്പമില്ല, കുടിച്ചു. പിന്നെ ഒരു പഴംപൊരി, അത് ഭയങ്കര ഫ്ലോപ്പായിരുന്നു, ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ആളിങ്ങനെ രൂക്ഷമായിട്ട് നോക്കണേനെ കേട്ടോ. ഇഷ്ടമല്ല ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കഴിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ നേരെ തിരിച്ച് വീട്ടിലോട്ട്